എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ 2022 SSLC മാത്തമെറ്റിക്സ് ക്വസ്റ്റ്യൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ആദ്യത്തെ 3 പാർട്ടുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് 4ാമത്തെ പാർട്ടാണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ PA × PB = PC സ്ക്വയർ എന്ന ഭാഗത്ത് നിന്ന് എന്ന ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ AB is the diameter of the circle. Line CD is perpendicular to AB. AP is equal to 8 cm and PB is equal to 2 cm. Find the length of PC. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷനാണ് PA × PB is equal to PC സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ PA is equal to എത്രയാണ്? ഇവിടെ PA 8 സെൻറ്റിമീറ്റർ ആണ്. 8 സെൻറ്റിമീറ്റർ. അടുത്ത് PB എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ്. എങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ പ്രകാരം എങ്ങനെ ചെയ്യാം? PA × PB = PC സ്ക്വയർ. അപ്പോൾ 8 × 2 = PC സ്ക്വയർ. ഇനി PC കാണാൻ എന്ത് ചെയ്യും? PC സ്ക്വയർ = എത്ര കിട്ടും? 16 എന്ന് കിട്ടും. PC = √16. √16 എത്രയാണ്? 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അടുത്തതിൻ്റെ ബി പാർട്ട്, ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് സൈഡ് 5 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 3 സെൻറ്റിമീറ്റേഴ്സ്. ഡ്രോ എ സ്ക്വയർ ഓഫ് ദി സെയിം ഏരിയ. ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും വലിയ സെൻറ്റിമീറ്റർ ലെങ്ത് ആയിട്ട് എടുക്കുക. 5 സെൻറ്റിമീറ്റർ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പെർപെൻഡിക്കുലർ എടുത്ത് എത്ര സെൻറ്റിമീറ്റർ? 3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്ക്വയർ എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമുക്ക് എത്ര കിട്ടും? 5 × 3 15 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ എന്താണ്? ഇവിടെ എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. ഈ വിഡ്ത്തിനെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. ഈ ഒരു പോയിന്റ് P ആണ്, ഈ ഒരു പോയിന്റ് A ആണ്, ഈ ഒരു പോയിന്റ് B ആണ്. ഇനി നമുക്ക് വേണ്ടത് C ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ബിയുടെ പോയിന്റിൽ വെച്ച് ഇതിൻ്റെ പകുതിയിൽ കൂടുതലെടുത്ത് ആർക്ക് ഇവിടെ വരയ്ക്കുന്നു, ഇവിടെ വരയ്ക്കുന്നു. അടുത്ത് എയുടെ പോയിന്റിൽ വെച്ച് ആർക്ക് ഇവിടെ വരയ്ക്കുന്നു, ഇവിടെ വരയ്ക്കുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടിക്കുന്ന ജോയിനിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സെൻട്രൽ ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ നമുക്കിവിടെ എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർക്കിൾ, സെമി സർക്കിൾ വരയ്ക്കണം. അപ്പോൾ സെമി സർക്കിൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് അകലത്തിലുണ്ട് ഈ ഒരു ജോയിൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക? വരച്ച് ജോയിൻ ചെയ്യുക. അതാണ് C എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ PB എന്ന് പറയുന്ന ലൈൻ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് PC-യുടെ ലെങ്ത് എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അടുത്ത് ഇവിടെ എന്താണ്? ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക്. അതുപോലെ സിയിൽ കോമ്പസ് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക്. അങ്ങനെ നമുക്ക് 2 പോയിന്റ് കിട്ടും. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ക്വയർ വരയ്ക്കാം. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻ ദ ഫിഗർ AC is the diameter of the circle given. AC is equal to 20 centimeters. ആംഗിൾ BAC 60 ഡിഗ്രിയാണ്. ആൻഡ് ആംഗിൾ ACD എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ADC? ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദി ക്വാഡ്രിലേറ്ററൽ ABCD. അപ്പോൾ ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കാര്യം മാർക്ക് ചെയ്യുക. ഇത് 45 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 45 ആണ്. കാരണം എന്താ? ഇതൊരു സെമി സർക്കിളിലെ അർദ്ധവൃത്തത്തിലെ ആംഗിൾ 90 ആണ്. ഇനി ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 45 ആയിരിക്കും. അപ്പോൾ നമ്മൾ 2 ട്രയാങ്കിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് 45 ആണെങ്കിൽ ഇതും 45. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ അംശം എന്താണ്? 1:1:2. ഇവിടെ x എന്ന് എടുത്താൽ ഇവിടെ x ആയിരിക്കും. ഇവിടെ കിട്ടുന്ന എന്താണ്? x √2. തിരിച്ചാണെങ്കിലോ? തിരിച്ച് നമുക്ക് ഹൈപ്പോട്ടിന്യൂസ് x എന്ന് തന്നിരുന്ന ബാക്കി അങ്ങനെ കാണാം. ഇവിടുത്തെ 2 സൈഡ് നമ്മൾ കാണേണ്ടത് x/√2 എങ്ങനെ ആയിരിക്കും? x/√2 എന്നായിരിക്കും.
അപ്പോൾ ഇത് പ്രകാരം ഇവിടെ നമുക്ക് എങ്ങനെ പറയാം, ഇവിടെ 90യുടെ ഓപ്പോസിറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡ് എന്തായിരിക്കും, 20നെ നിങ്ങൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം, √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എന്തായിരിക്കും, 20/√2 ആയിരിക്കും അല്ലേ. ഇനി അടുത്ത് രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിൾ അംശം എന്താ റേഷ്യോ നമ്മൾ പഠിക്കുന്നത് എങ്ങനെ, ഇത് 30ആണ്, ഇത് 60ആണ്, ഇതെന്താണ് 90ആണ്. എങ്കിലെങ്ങനെയാണ്, 30ൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നത്. അപ്പോൾ 90യുടെ ഓപ്പോസിറ്റ് എന്ത് വരും, 2x എന്ന് വരും. അപ്പോൾ എന്താണ്, 30ന് ഓപ്പോസിറ്റ് കിട്ടുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും, 2 ടൈംസ് ആയിരിക്കും 90ൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ 2x ആയിരിക്കും. അപ്പോൾ 60ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, 30ൻ്റെ ഓപ്പോസിറ്റ് എന്ത് കിട്ടുന്നുവോ അതിന് √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തിൻ്റെ ഓപ്പോസിറ്റ് കിട്ടും, 60ൻ്റെ ഓപ്പോസിറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, നമ്മളൊരു കാര്യം പഠിക്കുന്ന എന്താണ്, എ സി ഒരു ഡയമീറ്റർ ആണ് എങ്കിൽ ആംഗിൾ ഡി എന്തായിരിക്കും, 90 ആയിരിക്കും. ആംഗിൾ ബി എന്തായിരിക്കും, അത് 90 ആയിരിക്കും. ആ ഒരു കാര്യം ഓർത്ത് വെച്ചോണം. അപ്പോൾ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, 30 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും, 90. ഇവിടെ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഈ കാര്യം ഓർത്ത് വെച്ചോണം. ഇപ്പോൾ 90ൻ്റെ ഓപ്പോസിറ്റ് 20 ആണെങ്കിൽ 30ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, അതിൻ്റെ പകുതി. ഇവിടെ 2x ആണെങ്കിൽ അതിൻ്റെ പകുതി എക്സ്. ഇപ്പോൾ 90ൻ്റെ ഓപ്പോസിറ്റ് 20 ആണെങ്കിൽ 30ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, 10 ആയിരിക്കും. ഇനി 30ൻ്റെ ഓപ്പോസിറ്റ് എന്ത് കിട്ടുന്നുവോ അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 60ൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ 30ൻ്റെ ഓപ്പോസിറ്റ് 10 കിട്ടി. അപ്പോൾ 60ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, 10√3, 10√3. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്താണ് നമ്മുടെ എന്താണ്, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ ഡി സി. ആംഗിൾ എ ഡി സി ഇതല്ലേ, ആംഗിൾ എ ഡി സി. അപ്പോൾ അതെത്രയാണ്, ആംഗിൾ എ ഡി സി സെമി സർക്കിളിലെ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എന്താണ്, നമുക്ക് ഇവിടെ എന്ത് എഴുതാം, 90 ഡിഗ്രി. അടുത്ത് ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദി ക്വാഡ്രിലേറ്ററൽ എ ബി സി ഡി. പെരിമീറ്റർ എങ്ങനെയാണ് കാണുന്നത്, എല്ലാ സൈഡും കൂടെ കൂട്ടി വയ്ക്കുക. നിങ്ങളിവിടെ എന്ത് നമുക്ക് ചെയ്യാം, 10 ഉണ്ട്, 10√3 ഉണ്ട്, 10√3 പ്ലസ് അടുത്ത് 20/√2 പ്ലസ് 20/√2 ഉണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇതെല്ലാം എന്താണ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉണ്ടാകും. ഇത് നമുക്കൊന്ന് ചെറുതാക്കി ഒന്ന് എഴുതിയാൽ 10 കോമൺ ആയിട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 1 + √3 എന്ന് കിട്ടും. അതുപോലെ 20/√2ഉം 20/√2ഉം കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 40/√2. 20/√2 പ്ലസ് 20/√2 നമുക്ക് കിട്ടുന്നത് 40/√2. ഇത്രയും കാര്യങ്ങൾ എഴുതി നിങ്ങൾ അവിടെ അവസാനിപ്പിക്കുക. അത്രയും എന്തായിരിക്കും, സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 28. ഈ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇവിടെ 7 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, 7 ആണ്. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, 2 ആണ്. അതായത് എക്സ് കോർഡിനേറ്റ്. ഇനി അടുത്ത വൈ കോർഡിനേറ്റ്. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, 5 ആയിരിക്കും. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പം എല്ലാം ആയില്ലേ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഇതുപോലെ ഫില്ല് ചെയ്യാൻ പഠിക്കുക. ഇതെന്താണ്, ഇതൊരു റെക്റ്റാങ്കിൾ ആയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ 7 ആണെങ്കിൽ നേരെ താഴത്തെ എക്സ് കോർഡിനേറ്റ് 7 ആണ്. ഇവിടെ 2 ആയതുകൊണ്ട് മുകളിലത്തെ എക്സ് കോർഡിനേറ്റും 2 ആണ്. ഇവിടെ 5 ആയതുകൊണ്ട് ഇവിടുത്തെ വൈ കോർഡിനേറ്റ് 5 ആണ്. ഇവിടെ 1 ആയതുകൊണ്ട് ഇവിടുത്തെ വൈ കോർഡിനേറ്റ് 1 ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ റെക്റ്റാങ്കിൾ ഹാസ് സൈഡ്സ് പാരലൽ ടു ദി ആക്സിസ്. ദ കോർഡിനേറ്റ് ഓഫ് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് വെർട്ടിസസ് ആർ 2, 1 and 7, 5. അപ്പോൾ ഇതുപോലത്തെ റെക്റ്റാങ്കിളൊക്കെ വന്നാൽ എന്താണ്, ഡയഗണലിൻ്റെ എൻഡ് പോയിൻറ്റ്സ് മാത്രമേ തരത്തുള്ളൂ. ആ കാര്യം ഓർത്തിരിക്കുക. എന്താണ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ എന്താണ്, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി അതർ 2 ഓപ്പോസിറ്റ് വെർട്ടിസസ്. നമ്മൾ കണ്ടുപിടിച്ച ഏതൊക്കെയാണ്, ഡിയുടെ കോർഡിനേറ്റ് എന്താണ്, 2, 5. അടുത്ത് ബി, അതിൻ്റെ കോർഡിനേറ്റ് എന്താണ്, 7, 1. അടുത്ത ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ. ബ്രെഡ്ത്ത് എന്താണ്, BC അല്ലേ. BC എങ്ങനെയാണ് കാണുന്നത്, അതെന്താണ്, ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതേതാണ്,
x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഇവിടുത്തെ x1 y1 x2 y2 ഇത് ആദ്യമേ മാർക്ക് ചെയ്തിരിക്കുക. ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടുത്തെ x2 എന്താണ്? 7 ആണ്. x1 7 ആണ്. അപ്പോൾ 7 മൈനസ് എന്താണ്? 7 മൈനസ് 7 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്താണ്? 5 ആണ്. y1 1 ആണ്. അപ്പോൾ 5 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഇതിൽ ഇതെന്ത് ചെയ്യും? ക്യാൻസലായി പോകും, 0 കിട്ടും. ബാക്കിയുള്ള എന്താണ്? റൂട്ട് 4ൻ്റെ സ്ക്വയർ. റൂട്ട് 4ൻ്റെ സ്ക്വയർ എന്താണ്? 4 തന്നെയാണ്, 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ആ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി എന്താണ്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി ഡയഗണൽ എ സി. അപ്പോൾ എ സി ആണ്, എ സിയുടെ ലെങ്ത് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഡയഗണൽ എ സി, ഡയഗണൽ എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പോസിറ്റ് വെർട്ടിസസ് തമ്മിൽ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനാണ് എന്തോന്ന്? ഡയഗണൽ. ഇതിൻ്റെ ലെങ്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെന്തെടുക്കാം? എയാണ് x1 എന്നും ഇതിൻ്റെ y കോർഡിനേറ്റ് y1 എന്നും എടുക്കാം. ഇതെന്താണ്? x2 y2 ആയിട്ട് എടുക്കാം. അപ്പോൾ എന്തായിരിക്കും ഡയഗണൽ എ സി? റൂട്ട് ഓഫ് ഇവിടുത്തെ y2 ആരാണ്? ഇവിടുത്തെ x2 ആരാണ്? 7 ആണ്. x1 2 ആണ്. അപ്പം 7 മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. അപ്പം നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 5ൻ്റെ സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് 25 പ്ലസ് 16 എത്ര കിട്ടും? 25 പ്ലസ് 16 31 41 റൂട്ട് 41 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ്? ദ റേഡിയസ് ഓഫ് എ സോളിഡ് മെറ്റൽ സ്ഫിയർ ഈസ് 6 സെൻറ്റിമീറ്റേഴ്സ്. മെറ്റൽ സ്ഫിയർ ഈസ് 6 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ വോളിയം ഓഫ് ദി സ്ഫിയർ. സ്ഫിയറിൻ്റെ വോളിയം കാണുന്ന ഇക്വേഷൻ എന്താണ്? 4/3 πr³ ആണ്. 4/3 πr³. നമുക്ക് 4/3 ഇൻറ്റു പൈ ഇൻറ്റു ഇവിടെ 6 എത്ര? റേഡിയസ് നമുക്ക് തന്നിരിക്കുന്ന 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 4/3 പൈ ഇൻറ്റു 6 സെൻറ്റിമീറ്റർ, 6ൻ്റെ ക്യൂബ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 4/3 6 ഇൻറ്റു 6 ഇൻറ്റു 6 6 ഇൻറ്റു 6 36. 6ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 6 ഇൻറ്റു 6 ഇൻറ്റു 6 ആണ്. 36 ഇൻറ്റു 6 18 216 എന്ന് കിട്ടും. അതിനേക്കാളും നമുക്ക് എങ്ങനെ എഴുതാം? 4/3 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 36. അതിൽ ഈ 3 ഇതും കൂടെ വിടണം. അപ്പോൾ എത്ര കിട്ടും? 6ൻ്റെ വിടണം 2. അപ്പോൾ 2 ഇൻറ്റു 4 8 2 ഇൻറ്റു 4 2 ഇൻറ്റു 4 8 ആണ്. 8 പൈ ഇൻറ്റു 36 36 ഇൻറ്റു 8 6 48 4 3 8 24 24 28 288 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. സെൻറ്റിമീറ്റർ ക്യൂബ്. അടുത്ത് എന്താണ്? ദിസ് സ്ഫിയർ ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻറ്റു സോളിഡ് കോൺ ഓഫ് റേഡിയസ് 6 സെൻറ്റിമീറ്റേഴ്സ്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി കോൺ. ഹൈറ്റ് ഓഫ് ദി കോൺ. ഒരു കോണിൻ്റെ ഈ ഒരു കോണിൻ്റെ വോളിയവും നമ്മുടെ സ്ഫിയറിൻ്റെ വോളിയം എന്തായിരിക്കും? തുല്യമായിരിക്കും. കോണിൻ്റെ വോളിയം കാണുന്നത് എങ്ങനെ? 1/3 ഇൻറ്റു πr² ഇൻറ്റു h ഇതാണ്. ഈസ് ഈക്വൽ ടു കോണിൻ്റെ വോളിയം 4/3 πr³. 4/3 πr³. ഇത് രണ്ടും ഈ കോൺ എന്താണ്? ഈ സ്ഫിയറിനെ ഉരുക്കിയിട്ടാണ് കോൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ വോളിയങ്ങൾ തമ്മിൽ വ്യത്യാസപ്പെടില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ വെട്ടാം? 3യും 3യും വെട്ടാം, പൈയും വെട്ടാം,
സ്ക്വയറും ആർ ക്യൂബും വെട്ടാം. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ബാക്കി ഒരു ആറുണ്ട്. ഇനി എച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ എച്ചിൻ്റെ ഇക്വേഷൻ എന്താണ്, എച്ച് ഈസ് ഈക്വൽ ടു 4r ആണ്. ഇവിടെ 6 തന്നിരിക്കുന്ന എത്രയാണ്, 6 സെൻറ്റിമീറ്ററും. അപ്പോൾ നമുക്ക് ഇത് കൊടുക്കാം 4 × 6 എത്ര കിട്ടും, 24 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതല്ലേ ചോദിച്ചിരിക്കുന്നത്, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി കോൺ. ഹൈറ്റ് ഓഫ് ദി കോൺ ഈസ് ഈക്വൽ ടു എച്ച് ഈസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ. നമ്മൾ 4ാമത്തെ പാർട്ടും കംപ്ലീറ്റ് ചെയ്തു.